അതേസമയം 9ാം ദിനവും പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഇസ്രായേലിൽ കനത്ത നാശം വിതച്ച് വീണ്ടും ഇറാൻ ആക്രമണം. ഹൈഫയിലും തെലവീവിലും മിസൈലുകൾ പതിച്ചു. ഇറാനിലെ തെഹ്റാനിൽ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേലും നടത്തി. ടെഹ്റാനിലെ മിസൈൽ ഫാക്ടറി അടക്കം ഇറാനിലെ ഡസനോളം സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ടെഹ്റാനിൽ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിലും സമവായമായില്ല. Avec mes collègues européens, nous sommes aujourd'hui à Genève dans le cadre d'une initiative diplomatique visant à contribuer à la désescalade du conflit au Proche-Orient et au règlement durable des problèmes sécuritaires soulevés par le régime iranien, à commencer par le programme nucléaire iranien à vocation militaire qui s'est considérablement durci ces dernières années et qui soulève pour Israël, pour les pays de la région, mais aussi pour les pays européens. ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയില്ലെന്ന് അമേരിക്ക നിലപാട് അറിയിച്ചു. Well, I think it's very hard to make that request right now. If somebody's winning, it's a little bit harder to do than if somebody's losing. But we're ready, willing, and able, and we've been speaking to Iran, and we'll see what happens. We'll see what happens. What was the thought process behind 2 weeks time to? Just a time to see whether or not people come to their senses. That's all it is. No, they didn't help. No. 20. Iran doesn't want to speak to Europe. They want to speak to us. Europe is not going to be able to help. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രംഗത്തെത്തി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, തുടരുന്ന ആക്രമണങ്ങൾ, എങ്ങുമെത്താതെ പോയ യൂറോപ്യൻ യൂണിയന്റെ ചർച്ച, ഏറ്റവും ഒടുവിൽ നിലപാട് വീണ്ടും കടുപ്പിച്ച് ആവർത്തിക്കുന്നു ട്രംപ്. പശ്ചിമേഷ്യയിൽ സമാധാനവും ശാന്തിയുമൊക്കെ എത്രത്തോളം വിദൂരമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം, അല്ലേ? അതെ, തീർച്ചയായും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സമവായ നീക്കം ഉണ്ടാകില്ല, സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു രാജ്യങ്ങളും. കാരണം അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ജനീവയിൽ നടത്തിയ യൂറോപ്യൻ നേതാക്കളും ഒപ്പം തന്നെ യൂണിയൻ നേതാക്കളും ഇറാനും വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനകളിൽ പോലും ഒരു സമവായ നീക്കത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകണം, ഒപ്പം തന്നെ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി വന്നിട്ടുണ്ട്. ഒരിക്കലും തങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് മുന്നോട്ട് പോകില്ല, മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുകൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ നിലപാടിൽ ഉറച്ചിരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അടുത്തൊന്നും തന്നെ ഈ സംഘർഷത്തിനൊട്ടും അയവുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിലേക്കോ ഭാഗമാകാൻ അമേരിക്ക 2 ആഴ്ചത്തെ സമയം കൂടി ഇറാന് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ കൃത്യമായ നിലപാട് ഇറാൻ അറിയിക്കണമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിക്കാൻ ഇറാന് താല്പര്യമില്ല. അവർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് അമേരിക്കയോടാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് പോകണം. ഒപ്പം തന്നെ ഇസ്രായേലിനോട് ഒരിക്കലും തങ്ങൾ ആവശ്യപ്പെടില്ല ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ആ ഒരു കാര്യം ഉദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക്, കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക്, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ടെല്ലവീവിലും മറ്റ് ഹൈഫ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഈ ഒരു ക്ലസ്റ്റർ ബോംബുകളുടെ
ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 17ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക്, ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ.